നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ പോലും ഇപ്പോഴും ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ കാശ്മീരിലെ ഒരു ഇസ്ലാം വിശ്വാസികളുടെ വീട്ടിൽ നിന്നാണ് വൈഷ്ണോ ദേവിയുടെയും അതോടൊപ്പം തന്നെ ശിവൻ്റെയും ഒരു കുറച്ച് അധികം വിഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത, എന്താണ് വാസ്തവം, എന്താണ്, എങ്ങനെയാണ് ഇത് കണ്ടെത്താനുണ്ടായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്? നമ്മുടെ എക്കാലത്തെയും യുക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത് ജമ്മു കാശ്മീരിലെ രാംബൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഉൾപ്രദേശത്താണ് ഈ സംഭവം നടന്നത്. അവിടെ ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു ഇസ്ലാം വിശ്വാസിയാണ്. അദ്ദേഹം മുസ്ലിം ആയിട്ട് ജീവിക്കുന്ന, ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ലിയാഖത്ത് അലി. കുടുംബസമേതം താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഒരു ശിവലിംഗവും മാതാ വൈഷ്ണോ ദേവിയുടെ വിഗ്രഹവും ചിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയും, ഈ ചൈനീസ് നിർമ്മിതമായ പ്രതിമകളുണ്ടല്ലോ, പഴയ കാലത്ത് പിത്തളയിലും മറ്റുമൊക്കെ നിർമ്മിച്ചിരിക്കുന്ന, അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാനൊരു കാരണമുണ്ട്. അത് വളരെ രസകരമാണ്, അതേസമയം നമ്മുടെ യുക്തിയെ വെല്ലുവിളിക്കുന്നതുമാണ്. അത് ഭക്തർക്ക് അതിൽ സംശയമൊന്നുമില്ല. ഭക്തരായ ഈശ്വരവിശ്വാസികളായവർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംശയമൊന്നുമില്ല. ഈ വിഗ്രഹം കിട്ടാനുള്ള കാരണം, കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് ലിയാഖത്ത് അലിയെ നിരന്തരം പാമ്പ് കടിക്കുന്നു. വീട്ടിനുള്ളിൽ വെച്ച് പാമ്പ് കടിക്കുന്നു. ഈ പാമ്പ് എങ്ങനെ വരുന്നു, എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പാമ്പ് വരുന്നു, കടിക്കുന്നു, എന്നാൽ ഇയാൾക്ക് വലിയ അപകടമൊന്നും ഉണ്ടാകുന്നില്ല. പുള്ളി ആശുപത്രിയിൽ പോകുന്നു, കുത്തിവയ്പ്പൊക്കെ എടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ 4-5 തവണ പാമ്പ് കടിയേറ്റു തുടർച്ചയായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ വിഷമമായി, മൂപ്പരാകെ പേടിച്ചു പോയി. അങ്ങനെ ഇത് പലയിടത്ത് അന്വേഷിച്ച് എന്തുകൊണ്ട് ഈ പാമ്പ് കടിക്കുന്നു എന്നിങ്ങനെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത്, നിങ്ങളത് എന്തോ ദോഷമുണ്ട് വീടിന്, നിങ്ങളൊരു ജ്യോതിഷിയെ രഹസ്യമായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പം ഇസ്ലാം വിശ്വാസം അനുസരിച്ച് ഈ ജ്യോതിഷിയെ കാണുന്നതൊന്നും അത്ര പതിവുള്ള കാര്യമല്ല. എന്തായാലും അദ്ദേഹം ഏതോ ഒരു ജ്യോതിഷിയെ പോയി കണ്ടു. ആ ജ്യോതിഷി വീട്ടിൽ വന്ന് പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു സാധനം ഒളിഞ്ഞിരിപ്പുണ്ട്, കുഴിച്ചിട്ടിരിക്കുകയാണ്, അത് ഒന്ന് കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ജ്യോതിഷി അങ്ങ് പോയി. എന്തായാലും ജ്യോതിഷം ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ. സംഭവം ലിയാഖത്ത് അലി അത് വിശ്വസിച്ച് വീടിനകത്ത് ചില പ്രദേശങ്ങളൊക്കെ കുഴിച്ചു നോക്കി. അപ്പോൾ കുഴിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ശിവലിംഗവും ഈ മാതാ വൈഷ്ണോ ദേവിയുടെ വിഗ്രഹവും ഒപ്പം ഈ ചിരിക്കുന്ന ബുദ്ധൻ്റെ ഒരു പ്രതിമയും കിട്ടി എന്നാണ് പറയുന്നത്. എന്തായാലും അത് സംഭവം പുറത്തറിഞ്ഞതോടുകൂടി അവിടെ ആ വീട്ടിലേക്ക് ഭക്തരുടെ ഒഴുക്ക് തുടങ്ങി. ഈ വിഗ്രഹം കാണാനും ദർശിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവിടെ ചുരുക്കി പറഞ്ഞാൽ പോലീസിൻ്റെ ഒരു ഇടപെടൽ പോലും വേണ്ടി വന്നു അവിടുത്തെ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ എന്നാണ് പൊതുവേ ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇവിടെ വലിയ വാർത്തയായില്ല. അപ്പോൾ ഇത് എന്താ പറയണ്ടേ, ഒരു ലിയാഖത്ത് അലി അതിനെ വളരെ പരിഭാവനമായിട്ട് ആ വിഗ്രഹമൊക്കെ അവിടെ എടുത്തു വെച്ച് അധികൃതരെ വിവരം അറിയിച്ചു, ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നിയമപരമായിട്ട് തന്നെ നീങ്ങി. ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കുഴിച്ചു നോക്കിയപ്പോൾ വിഗ്രഹം കിട്ടി എന്നുള്ള ഇതിൽ അദ്ദേഹം അധികൃതരെ വിവരം അറിയിച്ചു. പുരാവസ്തു വകുപ്പിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പഴക്കം പരിശോധിക്കണം, ഇത് ഏത് കാലത്ത് നിർമ്മിച്ചതാണ്, ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. ഈ എന്താ പറയണ്ടേ, പുരാവസ്തു വകുപ്പിന് നിർദ്ദേശമൊന്നും കൊടുത്തതായിട്ട് വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ അത് അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഭക്തരെല്ലാവരും കൂടെ വന്ന് ഈ വിഗ്രഹം ദർശിക്കുകയും അതിന് പിന്നെ പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ഇത് പ്രതിഷ്ഠിക്കണം, ശിവലിംഗവും മാതാ വൈഷ്ണോ ദേവിയെയും പ്രതിഷ്ഠിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഈ ചിത്രം കാണുമ്പം ഇത് ഏതോ സമീപഭാവിയിൽ ഇനി കുറച്ച് എന്തായാലും വളരെ ചെറിയൊരു വർഷം മാത്രമേ ഇതിന് പഴക്കമുള്ളൂ എന്നാണ് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു നൂറ്റാണ്ടുകളുടെ വഴക്കൊന്നും എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ ചിരിക്കുന്ന ബുദ്ധന്റെ പ്രതിമ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ റിസെന്റ്ലി ഉണ്ടായ ഒരു സാധനമാണ്. അത് ഏതാണ്ട് ഒരു 100 കൊല്ലത്തിന് താഴെയൊക്കെ പഴക്കം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അതെ, പക്ഷേ ഇതിനകത്ത് ഇപ്പം പുരാവസ്തു വകുപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കിയാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന്. നമുക്ക്
പറയാൻ പറ്റില്ലല്ലോ. ഒരു ചിത്രത്തിൽ കാണുന്നത് മാത്രം വെച്ച് അതിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അത് വൈറലായിട്ടുണ്ട്, വലിയ തോതിൽ അത് ഈ ഉത്തരേന്ത്യയിലെങ്ങും അത് പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഈ ലിയാഖത്ത് അലിയുടെ വീട്ടിലേക്ക് വരുന്നു, വിഗ്രഹങ്ങൾ കണ്ട് വണങ്ങി ദർശനമൊക്കെ നടത്തി, ചിലർ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് മടങ്ങുന്നു. എന്തായാലും ലിയാഖത്ത് അലി ഇതിനെ തടസ്സപ്പെടുത്തുന്നൊന്നുമില്ല, അദ്ദേഹം വരുന്നവരെല്ലാം അവിടെ സ്വീകരിക്കുന്നുണ്ട്. അവർ വന്നിട്ട് ചെയ്തിട്ട് പൊക്കോട്ടെ, ഈ പുരാവസ്തു വകുപ്പിൻ്റെ പരിശോധന കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് ലിയാഖത്ത് അലി പറയുന്നത്. എന്തായാലും ഒരു പാമ്പ് കടി വരുത്തി വെച്ചതാണ് ഈ സംഭവം. പാമ്പ് കടിയേറ്റതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു അന്വേഷണത്തിന് പോയത്. ഇനി ഇതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും വല്ല തട്ടിപ്പോ വേറെ വല്ലതും ഉണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം ഈ കാശ്മീരി ശൈവതന്ത്രത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ആദിശങ്കരൻ, കേരളത്തിൽ നിന്ന് ആദിശങ്കരൻ യാത്ര ചെയ്ത് ഇങ്ങനെ കാശിയിലൊക്കെ പോയി അവസാനം കാശ്മീരിൽ ചെന്നു എന്നാണ് നമ്മൾ ലഭ്യമായ വിവരം. അദ്ദേഹം അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവത്യാഗം, അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നത് അവിടെ വെച്ചാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഏതാണ്ട് തെളിവുകളുമൊക്കെ അങ്ങനെ ഉണ്ട്. അദ്ദേഹം ഈ പ്രധാനപ്പെട്ട ഭാരതത്തിൻ്റെ 4 സ്ഥലത്ത് 4 കോണുകളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു, അവസാനം കാശ്മീരിലെത്തി സമാധിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ കാശ്മീരി ശൈവതന്ത്രത്തിന് വളരെ പണ്ട് തൊട്ടേ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്തരം ആചരണങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ ജമ്മു കാശ്മീർ. അവിടെ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അത്തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ശൈവ ശാക്തേയ, ശിവനെയും ദേവിയെയും ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ആ നാട്ടിൽ, ആ പ്രദേശത്ത് നിലനിന്നിരുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ചില സ്ഥലത്ത് വിഷ്ണുവിനായിരിക്കും പ്രാധാന്യം, ചില സ്ഥലത്ത് സുബ്രഹ്മണ്യനായിരിക്കും പ്രാധാന്യം, ചില സ്ഥലത്ത് ഗണപതിക്കായിരിക്കും പ്രാധാന്യം. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല തരത്തിലുള്ള, ഇപ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളിങ്ങോട്ട് വടക്കോട്ട് വന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്, ഇതെല്ലാം ഒരു വൈഷ്ണവ സങ്കല്പത്തിൽ മുന്നോട്ട് പോകുന്ന ആചാരക്രമങ്ങളും ആരാധനാക്രമങ്ങളും ഒക്കെയാണ്. അതേസമയം മധ്യ കേരളം എടുത്താൽ അവിടെ ചോറ്റാനിക്കര പോലെയുള്ള ദേവീക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അയ്യപ്പൻ, ശബരിമല അയ്യപ്പൻ ദക്ഷിണേന്ത്യ മുഴുവനും എന്നല്ല, ഏതാണ്ട് ഉത്തരഭാരതത്തിലും ഇന്ത്യക്ക് പുറത്തും അയ്യപ്പന് വലിയ സ്വാധീനമുണ്ട്, അയ്യപ്പൻ്റെ ഭക്തരുണ്ട്. അപ്പോൾ അതുപോലെ ഈ ശൈവതന്ത്രത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ. അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് ഈ വിഗ്രഹം, ശിവലിംഗം കിട്ടിയത് വെറുതെ ആയിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അത് പ്രാചീന കാലത്ത് ആരോ ആരാധിച്ചിരുന്ന, വീട്ടിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായത്തിലുള്ളതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പിന്നെ ഏതോ കാരണത്താൽ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെ ഈ പാകിസ്ഥാൻ്റെ തീവ്രവാദി ആക്രമണവും മറ്റുമൊക്കെ നടന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. വലിയ തോതിൽ പാകിസ്ഥാൻ കാശ്മീർ പിടിച്ചെടുക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് 10-75 വർഷം മുമ്പ് ശ്രമിച്ചതാണ്. അതിലവർ പരാജയപ്പെട്ടു. കാശ്മീർ ഭാരതത്തിൻ്റെ കൂടെ ചേർന്നു. ഇതൊക്കെ ചരിത്രമാണ്. അപ്പോൾ ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ആക്രമണ കാലത്തോ മറ്റും ഇത്തരം ലഹളക്കാലത്തോ ഒക്കെ ഈ വിഗ്രഹം ആരെങ്കിലും മണ്ണിനടിയിലോ ഈ പറയുന്നത് പോലെ എവിടെയോ കുഴിച്ചിടുകയോ ഒളിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ഇത് ഒന്ന് നശിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച്. കാരണം അങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാശിയിലും മറ്റുമൊക്കെ അത് അറിയാമല്ലോ, വിഗ്രഹം എടുത്ത് കിണറ്റിലിടുക, പിന്നെ ഈ ആക്രമണകാരികളായ ആൾക്കാരത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും ഇതും എന്ന് നമുക്ക് കരുതാം. എന്തായാലും പുരാവസ്തു വകുപ്പിൻ്റെ പരിശോധന കൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു നിർണയത്തിലെത്താൻ പറ്റുള്ളൂ, ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും ഭക്തരവിടെ വരുന്നു, ലിയാഖത്ത് അലി അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല, വരുന്നവരൊക്കെ വന്ന് തൊഴുതിട്ട് പൊക്കോട്ടെ, എനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ മാന്യമായിട്ട് ഈ വിഷയത്തെ സമീപിച്ചിട്ടുണ്ട്. ഇത് വേറൊരു തരത്തിലും ഇത് മോശമായിട്ട് പോകാതെ ഇതിനെ രമ്യമായി എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു വിധത്തിൽ അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം.